ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അരങ്ങേറ്റം പാർട്ട് 2ൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടാവും കേട്ടോ സമയം. എല്ലാ വലിയ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്മമാരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇത് നമ്മൾ ഇവരെ ടീച്ചർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും പിന്നെ ദക്ഷിണമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. പാക്ക് ചെയ്തിരുന്നത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇതവരുടെ ഡ്രസ്സാണ്, ഡാൻസിൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ പേര് എഴുതി കവറിലിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചതാട്ടോ. ടീച്ചറിപ്പം എല്ലാവരെയും വിളിച്ച് ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോരുത്തരുടെ ഡ്രസ്സ് കൊടുക്കുകയാണ്. കനിമോളുടെ ജിയമോളുടെ ഡ്രസ്സ് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. ആണ് കേട്ടോ കോസ്റ്റ്യൂം. നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർക്ക് ഇട്ടിട്ടു അങ്ങനെ നമ്മൾ പുറത്തെടുത്തിട്ട് എല്ലാ പീസസും ഉള്ളിയെന്ന് ചെക്ക് ചെയ്യാണ്. എല്ലാവർക്കും എല്ലാ പീസസും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. ഓൾറെഡി അത് ചെക്ക് ചെയ്തിട്ട് വെച്ചതാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഡ്രസ്സൊക്കെ ഇപ്പോൾ നമ്മൾ ബട്ടണൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാൽ പിന്നെ ഡ്രസ്സ് ഇടാവുന്ന നേരത്ത് വലിയ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ആക്കി വെച്ച് വീണ്ടും നമ്മളത് പാക്ക് ചെയ്തിട്ട് ആ പേരുള്ള കവറിൽ തന്നെ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വലിയ കുട്ടികൾക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചെറിയ കുട്ടികളെ ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുക. നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത്. മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവർ മുടി കെട്ടുക കേട്ടോ ചെയ്യുക. മുടി കെട്ടിയിട്ട് അല്ല അങ്ങനെ സെഷനായിട്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ ആദ്യത്തെ സ്റ്റെപ്സൊക്കെ മുഖത്ത് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കന്നിമോളുടെ മുടി കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കന്യാണെങ്കിൽ അടുത്ത് മുതലാണ് കേട്ടോ മുടി ഇങ്ങനെ വലുതാക്കാൻ തുടങ്ങിയത്. ഫ്രണ്ടിലൊക്കെ കണ്ടോ, എപ്പോഴും വലുതായിട്ടില്ല. ടീച്ചർ മുടി ഇനി വെട്ടരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്യാണ്ടിരുന്നത്. ഇപ്പോൾ മുടി കെട്ടി തുടങ്ങുകയാണ്. ഇപ്പോൾ കനിക്കിങ്ങനെ വലിയ മുടി കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ജിയക്ക് കുറച്ചധികം മുടിയുണ്ട്, നീളമുണ്ട്. അത് കാണുമ്പോൾ തന്നെ പറയുമ്പോൾ എനിക്ക് എന്നാ ഇത്രയും മുടി വരിക എത്രയും മുടി വരിക എന്ന് ചോദിക്കും. ഈ മുടിയൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ശരിക്കും ഈ ഡാൻസേഴ്സിനൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ഭംഗിയാണ് അവരെ കാണാൻ. പക്ഷെ അതിന് എത്ര എഫേർട്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത്. ഇപ്പോൾ ഒരു മുടി കെട്ടാൻ തന്നെ എത്ര സമയം എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു അതൊന്ന് ഈ കെട്ടുന്ന ചെറുതായിട്ടൊന്ന് അഴിഞ്ഞാൽ മതി, എല്ലാം കൂടെ ഊരി താഴെ പോയി. അപ്പോൾ അത് കനിമോളുടെ മുടിയാണെങ്കിലോ ഭയങ്കര സിൽക്കിയാണ്. എന്തെന്നെ ഒരു മുടിയിലിടുന്ന വെച്ചാലും അതിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാഷന് എന്നോട് പറയായിരുന്നു, കുട്ടിക്ക് കുറച്ച് വേദന എടുക്കും, പക്ഷെ എന്നാലും നമ്മൾക്ക് അങ്ങനെ കെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇവളെ മുടി ഊരിപ്പോരും എന്ന് പറയാണ്. ഞാൻ കനിനോട് ചോദിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ ആള് പറയുന്നില്ല, കുഴപ്പമില്ല, നല്ല പ്രശ്നമൊന്നുമില്ല എന്നാണ് ആള് പറയുന്നത്. അത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വേദനിക്കുന്നുണ്ടെന്നൊന്നും അങ്ങനെ പറയണില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവർ നൂല് വെച്ച് സെക്യൂർ ചെയ്യാനായിട്ടോ. അങ്ങനെ കന്മോളെ മുടികെട്ടൽ ഏകദേശം അവർ കഴിയാറായി, സെറ്റായി തന്നെ. അടുത്തത് ജിയനാണ് ഞാൻ മുടി കെട്ടാൻ പോണത്. ജിയൻ്റെ മുടി പിന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ്. പിന്നെയാണെങ്കിൽ അത്ര ഒരു സിൽക്കി അല്ല, അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. വലിയ മുടിയൊക്കെ ആയപ്പോഴേ ഇപ്പോഴേയും അവർക്ക് ഭയങ്കര സന്തോഷമായി. മേക്കപ്പൊന്നും തുടങ്ങിയിട്ടേ ഇല്ല, മുടി കെട്ടിയപ്പോൾ തന്നെ വലിയ സന്തോഷത്തിലിരിക്കുകയാണ്. എൻ്റെ മുടിയാണോ വലുത്, നിൻ്റെ മുടിയാണോ വലുത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. മുടി കെട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഉച്ചയായി. അപ്പോൾ നമ്മൾ പിള്ളേരായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു.
പഴയടുത്തുനിന്ന് നമ്മൾ ഒരു ഊണ് പാർസൽ വാങ്ങിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് കറികളും ഇഷ്ടംപോലെ കറികളും നല്ല ചോറായിരുന്നു, നല്ല ഊണ്. അങ്ങനെ രണ്ടുപേർക്കും ഫുഡൊക്കെ വാരി കൊടുത്തു. രണ്ടുപേരും നല്ലോണം വിശന്നിട്ട് തോന്നുന്നു, നല്ലോണം കഴിച്ചു. ചിലപ്പോൾ ഈ ചോറായി നല്ല ടേസ്റ്റുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ, നന്നായിട്ട് ഫുഡ് കഴിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ഏകദേശം ഇവിടെ മേക്കപ്പിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴേക്കും പിന്നെ വലിയ ടീമിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അവരെങ്ങനെ നോക്കുകയാണ്. ശരിക്കും വീഡിയോയിൽ കാണുന്നതിന് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ചേച്ചിമാരിങ്ങനെ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മേക്കപ്പ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.